അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവണം എസ് ആർ കെ ടി വിയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുള്ളൂടാ. എന്താ എന്റെ പേരെന്തായിരുന്നു അതിന്റെ മറ്റേ ടി വിയിൽ ഇങ്ങനെ കൗണ്ടർ അടിക്കുന്ന പരിപാടി? അതാ മറ്റേ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ബ്രോ, ഇന്റർവ്യൂ ചെയ്ത് കൗണ്ടർ അടിക്കുന്ന പരിപാടിക്കല്ല നിന്നോട് കൊണ്ടുവന്നേ. ഓസ്ട്രേലിയ പാഞ്ചിച്ചട്ട് വിടറാ പന്ന. മനസ്സിലായില്ലേ? അയ്യോ നിന്നോട് ആരും ഇല്ലാത്തോണ്ടാവണാ, ആരും ഇല്ലാത്തോണ്ടാവണാ. അല്ലല്ല ഒറ്റ പാവപ്പണ്ണി. ഹലോ പാവപ്പണ്ണി, ഹലോ പാവപ്പണ്ണി, കൈ പാവപ്പണ്ണി എടാ, പാവപ്പണ്ണി എടാ, ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ലേ? എന്താ പ്രശ്നം എന്താ? എടാ പാവപ്പണ്ണി കേക്കാവോ? പാവപ്പണ്ണി എടാ, പാവപ്പണ്ണി എടാ കേക്കാവോ? എന്താണ് ഇപ്പൊ പാവപ്പണ്ണ ശബ്ദം കേട്ടോ? എടാ പാവപ്പണ്ണി കേക്കാവോ? കേക്കുന്നില്ലേ? ആ അത് വലിയ പ്രശ്നമാണ്. ചെവിയിലാരെല്ലാം എന്തിനും ഒഴിച്ചു കാണും, മനസ്സിലായതിന്റെ. ഇന്നേതെങ്കിലും മാമന്മാരോട് വർക്കിന് പോയോ? ഇപ്പൊ ചെവിയിലൊക്കെ ഒഴിക്കുന്ന ട്രെൻഡാണ് ബ്രോ, അതുകൊണ്ട് ചോദിച്ചാ. കേക്ക് കുറച്ച് കഴിയുമ്പോൾ കേൾക്കും ബ്രോ, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഉപ്പുളത്തിൽ പോയെന്ന് ചെവി കേട്ടോ. വായില് അവന് വായിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ പറ്റത്തില്ലടാ, രാത്രിയൊക്കെ അല്ലേ അവന് വായിൽ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ പറ്റത്തില്ല. എന്താണ് പെട്ടെന്ന്, എന്താണ് വായു നിർന്ന് പെട്ടെന്ന് താഴോട്ട് വന്നത്? എന്താ നീ പെട്ടെന്ന് വായു നിർന്ന് താഴോട്ട് വന്നത്? അയ്യോ സോറി അത് അറിയാതാണ് നമ്മള് തല്ലി, നമ്മൾ വയലൻസിന് നമുക്ക് താല്പര്യമില്ല ബ്രോ. ആ പറഞ്ഞോ. എന്ത് ആ നിനക്ക് വയ്യെന്ന് എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്തിട്ടാ പ്രശ്നം എന്ന് പറഞ്ഞാ ഒന്ന് പ്രശ്നം എന്ന് പറഞ്ഞുതരും ബ്രോ, ഞാൻ ഇപ്പൊ സോൾവ് ചെയ്യാം. പ്രൊഡക്റ്റീവ് ഒക്കെ പറഞ്ഞുതരാം ബ്രോ. ഹലോ ബ്രോ എന്താണ് പ്രശ്നം? പറ. വണ്ടി തട്ടി എന്റെ, ഞാനാണ് വണ്ടി ഓടിച്ചത്. പറ ബ്രോയ്ക്ക് എന്താണ് പ്രശ്നം? എന്താണ് ബ്രോയാണ് ചത്തേന്ന് അറിഞ്ഞൂടാ? ബ്രോ ആണ് ചത്തെങ്കിൽ വന്നിട്ട് മാനിട്ട് സംസാരിക്കല്ലോ. ബ്രോ എന്നെ ഇടിച്ചു ഒന്ന്. ഞാൻ ആദ്യം സംസാരിച്ചായിരുന്നു. എന്നോട് എപ്പോ സംസാരിച്ചു? അതാ ചോദിച്ച സംസാരിച്ചില്ലല്ലോ ബ്രോ. എന്നോടല്ല സംസാരിക്കേണ്ടത് ബ്രോ. അഴുക്കായി കഴിഞ്ഞല്ലേ കേറി ബ്രോ. ഞാൻ പറട്ടെ വണ്ടി ആകുമ്പോ തട്ടുമുട്ടൊക്കെ ചെയ്യും ബ്രോ. ബ്രോ 10 മിനിറ്റ് ഒന്നും ചത്ത് കിടന്നില്ലല്ലോ, അപ്പൊ തന്നെ പൊങ്ങിയില്ലേ? പൊങ്ങിയല്ലോ, പിന്നെന്താ ഇതെണ്ണം? പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ബ്രോ ശ്രദ്ധിച്ച് ഓടിക്കുന്നു പറഞ്ഞപ്പോ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ വണ്ടി ഓടിക്കുമ്പോ നീ സ്റ്റിയറിംഗ് കടിച്ചു പിടിച്ചിരിക്കും. പോടാവുന്ന ഞാൻ എന്നെ തോന്നിയ രീതിയിൽ ഓടിക്കും, മനസ്സിലായോ? നീ ആരാ എന്നെ പഠിപ്പിക്കാനായിട്ട്? മനസ്സിലായോ? ഞാൻ തോന്നുന്ന രീതി ഓടിക്കും. ഇനി നാളെ സിറ്റിയിൽ എവിടെ നിന്നെ കണ്ടാൽ നിന്റെ നെഞ്ചത്തോടെ ഇനി ടയറിട്ട് ഓടിക്കുന്നുള്ളൂ. കൂടെ 1-2 പേരില്ല, എല്ലാവരും കടിച്ചിരിക്കട്ടെ. എന്ത് കൂടെ കുറെ പേരൊക്കെ ഉണ്ട്, മനസ്സിലായോ? നിന്നെ പോലെ ആരും ഇല്ലാത്തവനല്ല, മനസ്സിലായോ? ഒറ്റയ്ക്ക് നിനക്ക് നിന്നോട് സംസാരിക്കാൻ വരുത്തണുണ്ടോടാ? എന്നോട് ഉണ്ടാ, എന്നോട് എനിക്കേണ്ട എന്റെ അനിയന്മാരുണ്ടാ. എടാ തൊട്ടു നോക്കണ നീ എന്നെ ഇവിടെ പേടിച്ചിട്ടോ? നീ എന്നെ തൊടാ, നീ എന്നെ ഇവിടെ ഉമ്മാരുടെ മുമ്പ് വെച്ചിട്ട് തൊട്ടു നോക്കണ നീ. മനസ്സിലായോ? എടാ നീ എന്നെ തൊട്, നീ എന്നെ ഇത്ര വേറെ ഫ്രണ്ട് ഞാൻ പറയാം. തൊടറാ, എന്നെ തൊട്ടു നോക്കണ നീ, തൊട്ടു നോക്കണ നീ. ആ ഞാനാ കൊന്ന ഗണ്ണോടൊക്കെ വെടി വെച്ചു അതിന്റെ ഇടയ്ക്ക്? ഇല്ലല്ലോ, വെടിയൊന്നും വെച്ചില്ല. ഇടിച്ചു കൊന്നടാ ഈയടാ, വണ്ടി കേറി ഇനിയാണ് നീ നിന്റെ ലൈഫിലെ നാണംകെട്ട ജീവിതം. അയ്യോ നിന്നോട് ആരും ഇല്ലാത്തോണ്ടാവണാ, അല്ലല്ല ഒറ്റ നീ ഗ്യാങ്ങിലുണ്ടോ? നീ ഗ്യാങ്ങിലുണ്ടോ? ഇത്ര ഗ്യാങ്ങിലുണ്ടോ? ഏത് ഗ്യാങ്ങിലാ? നീ ബെറ്റർ അവിടുന്ന് ഇറങ്ങിക്കോ. നിന്നെ തൊട്ടിട്ട് പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും വന്നില്ല, മനസ്സിലായോ?
അപ്പൊ മനസ്സിലാക്കണം, നീ നിനക്ക് അവിടുത്തെ ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്ന് മനസ്സിലാകടാ. മനസ്സിലായ നീ അവിടെ നിന്ന് മനസ്സിലാക്കിയോ, നീതിന്ന് മനസ്സിലാക്കിയോ, നീതിന്ന്. ഞാൻ പേടിച്ചിട്ട് 10 പേരായിട്ട് നടക്കല്ലോ. എടാ പേടിച്ചിട്ട് എന്തിനാണ് ഞാൻ 10 പേരിട്ട് നടക്കുന്നേ? എടാ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ റെഡിയാണ്, മനസ്സിലായ? എന്റെ കൂടെ നടക്കുന്ന എന്റെ അനിയന്മാരാണ്, മനസ്സിലായ? നിന്റെ കൂടെ ഇപ്പൊ 10 പേര് വരാത്തേ നമ്മുടെ കുഴപ്പമല്ലോടാ, നിന്റെ കൂടെ നടക്കാത്ത മനസ്സിലായില്ല. നിന്റെ കഴിവ് കേടാ, നീ ആദ്യം മനസ്സിലാക്കണം. ഒന്ന് കൈ വെക്കടാ, ഒന്ന് കൈ വെക്കടാ, ഒന്ന് കൈ വെക്കടാ. നമുക്ക് സംസാരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അക്സെപ്റ്റ് ചെയ്തോ. ഞാൻ പോയതല്ല പുള്ളിക്ക് പോസ്റ്റ് എടുക്കറിയാം. ഇതെങ്ങനെയാണ് മാറ്റുന്നത്? ഗ്യാങ്സ് റീലോഗ് ഉണ്ടോ? അതല്ല വെയിറ്റ് ഒറ്റ മിനിറ്റ് ആരും മിണ്ടല്ലേ. വെയിറ്റ് അവനോട് പോയി ഇല്ലടാ, വേറെ 2 വട്ടം റിഫ്രഷ് അടിച്ചു. എടാ ഞാൻ എടാ BNB മോനെ, നീ പറഞ്ഞ നീ എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന റോക്കി ബായ് എന്നല്ലേ പറഞ്ഞേ? റോക്കി ബായ് ചെയ്യുന്ന തൊഴിലാണോ ഇത്? എടാ ഓസ്റ്റേ എടുക്കുമ്പോ ഇത് റിഫ്രഷ് അടിക്കുന്ന റോക്കി ബായ് ചെയ്യുന്ന തൊഴിലാണോ? എടാ നിങ്ങൾ വേറെ വണ്ടി വേണം, നിങ്ങൾ വേറെ വണ്ടിയോ? ഇല്ലില്ല, അത് റീലോഗ് വെക്കണം. ഇത് റീലോഗ് വെക്കാൻ മാറും. അല്ല ഇവനെ കൊന്നൊന്നും വിടണടാ, ഇവനെ ഓർത്ത് വിടണം. ഇവൻ ഇതടുത്ത് ദുഃഖിക്കണം, മനസ്സിലായോ? അപ്പം മിസ്റ്റർ റോക്കി ബായ് ഇത് എത്ര പേരെ കൊന്നു? ഇത് എത്ര പേരെ കൊന്നു? പറ, മറ്റേ ഡയലോഗ് പറ. ഇന്നത്തെ ദിവസത്ത് കഴിഞ്ഞിട്ട് പറ, ഇത് എത്ര പേരെ കൊന്നു പറ. നിങ്ങൾ റോക്കി ബായ് അല്ലേ? മോൺസ്റ്റർ ഒറ്റയ്ക്ക് വന്നല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു നീ. എടാ ഒരു വളി പോലും വിടാനുള്ള ആവതില്ല നിനക്ക്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെന്ന് അവൻ വന്നേക്കുന്ന അവന്റെ മനസ്സിലായി. BNB-ക്കാർക്ക് എന്തേലും കിട്ടിയതില്ലേ? എടാ ഞാൻ പറട്ടെ, നീ മാസം അടിക്കുന്നോളം കാലം മനസ്സിലായി നീ ഇവിടെ നിക്കേണ്ടി വരും. അത് നീ ആലോചിക്കേ. നിന്റെ മാസൊക്കെ മറ്റേ അങ്ങ് നറാച്ചിയില് മനസ്സിലായി നിന്റെ മാസൊക്കെ. അല്ല ഇതിന്റെ BNB പാൽക്കുപ്പികൾ വരുമ്പോ ഉണ്ടല്ലോ അവന്മാരുടെ ഫ്രണ്ടിൽ കാണിക്കേ ഇതൊക്കെ. അപ്പൊ എങ്ങനെ മാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കുനിഞ്ഞിരുന്ന് നീ സ്വന്തം സാമാനം കടിക്കും. അപ്പൊ കുറച്ച് മാസം ബീജം ഇട്ട് വരാം, നിനക്കൊരു ബീജം ഇട്ട് വരാം. രാവണ പവന പത്തയിലിക്കട പവന പവന ഒലകാക്കടവ. നീ ഓസ്ട്രേലിയാണ് മനസ്സിലായ? എടാ ഞാൻ പറഞ്ഞേ, എന്താ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവണേ? SRK TV അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവണോടാ? എന്താ എന്റെ പേരെന്തായിരുന്നു? അതിന്റെ മറ്റേ TV ഇങ്ങനെ കൗണ്ടർ അടിക്കുന്ന പരിപാടി. മറ്റേ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ബ്രോ, ഇന്റർവ്യൂ ചെയ്ത് കൗണ്ടർ അടിക്കുന്ന പരിപാടിക്കല്ല നിന്നോടെ കൊണ്ടുവന്നേ. ഓസ്ട്രേലിയ പാഞ്ചിച്ചട്ട് ഊറാ പന്ന. മനസ്സിലായില്ലേ? ഹലോ ദൈവം കാണുന്നുണ്ടെങ്കിൽ റീലോഗ് ബഗ്ഗാണേ. ഞാൻ പറട്ടെ, അമ്മ റേഡിയോ കണ്ടിരുന്ന ഏതാ? 43. ഓക്കെ വെയിറ്റ് വരുന്നു. ഹലോ ബ്രോ, ഹലോ കേക്കാവോ? നിങ്ങളുടെ റോക്കി ബായി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ കക്കൂസ് കഴിക്കാൻ പോവാണ്.
ഇപ്പൊ ഇച്ചിരി ബിസിയാണ്. എന്ത് പറ്റി? നിങ്ങൾ എന്ത് പറ്റി വിളിച്ചത്? എന്ത് പറ്റി? പിന്നെല്ലാം നിങ്ങളെ റോക്കി ബൈക്ക് എന്ന് പറഞ്ഞാ മോൺസ്റ്റർ ആണ് പുള്ളി. പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒറ്റയ്ക്ക് നിന്ന് മനസ്സിലായോ, ബാക്കിയുള്ളവരായിട്ട് എല്ലാവരായിട്ടും സംസാരിക്കണം, കൊണയടിക്കണം പുള്ളി എന്ന് വെച്ചിട്ട് പുള്ളിക്ക് 1v1 ആണ് പുള്ളിക്ക് വേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? പുള്ളി ഇപ്പം എന്ത് ചെയ്യുന്നു നോക്കട്ടെ. TV ഗ്യാങ്സിന്റെ പോച്ച വെട്ടിക്കൊണ്ടിരിക്കുന്നു ബ്രോ. അപ്പം നമുക്ക് ഇത് ഇപ്പൊ ഓസ്ട്രേലിയ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കോൺടാക്ട് ചെയ്താൽ പോരെ? കണ്ടീഷൻ ഒന്നുമില്ല ബ്രോ. ഇവനെ വെറുതെ വിട്ടേക്കാം ഒരു 10 മിനിറ്റ്. ഇവൻ മര്യാദയ്ക്ക് ഫിയർ കാണിക്കുകയാണെങ്കിൽ ഇവനെ വെറുതെ വിട്ടേക്കാം. നിങ്ങളുടെ കൂടെ ഉള്ളവൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഫിയർ കാണിക്കാനും പറയണമായിരുന്നു. ഇവന് ഫിയർ ഉള്ള ഇവൻ കുറെ നേരം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് 5 മിനിറ്റ് ആയി. ബ്രോ എടാ മോനെ ഷഡി എടാ റോക്കി 43 റേഡിയോട്ടൊന്ന് കയറിയാ റോക്കി. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? കണ്ണാപ്പി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യടാ. കണ്ണാപ്പി ഒരു മിനിറ്റ് വെയിറ്റ് നോക്കട്ടെ. നീ ഞാൻ ഇടുന്നതിനകത്ത് കേറാൻ പറ്റുമോ? കണ്ണാപ്പിയല്ലോ സൂപ്പർ. താരി വന്ന് തല്ലിയത് വഴിന്ന് പോയ ഇരണങ്ങട്ടടിയെല്ലാം എനിക്ക് തന്നെ. ഹലോ കേക്കാവോ? ഹലോ ബ്രോ നിങ്ങളുടെ ബ്രോ ഷാഗിയുടെ അടുത്ത് ഇത് നിങ്ങളുടെ റോക്കി ബാഡ് എടുത്ത് മെസ്സ് അടിക്കാതെ മര്യാദയ്ക്ക് ഹോസ്റ്റായിട്ട് നിൽക്കാൻ പറ. ഇല്ലെങ്കിൽ അവൻ ഇവിടെ നിൽക്കും. ഇവിടെ നിൽക്കും 30 മിനിറ്റ് ഇവിടെ നിൽക്കും. അവനെ കൊന്നേ വിടത്തുള്ളൂ. ഇപ്പൊ ആണെങ്കിൽ ഒന്നും വിടത്തില്ല. എന്താന്ന് ചോദിച്ചി എന്താ? ഹലോ കൂടെ ഉള്ളവനെ പറഞ്ഞു വിടറാടാ. എന്താടാ ഇത് മോനെ റോക്കി മാമന്റെ ആ പോച്ചെന്ന് കിട്ടിയേ റോക്കി പൈപ്പ് വിട്ടേ. നീ റേഡിയോ ഡ്രോപ്പ് ചെയ്തോ? പറയുന്നോട്ട് നീ കേട്ടാ മതി. അതൊന്നും എടുക്കാനില്ലാത്ത കുടുംബത്തിലുള്ള കൊടുത്തരും. ENVയുടെ ഫുൾ ഫോം നീ ഇന്ന് ഇവിടെ ഗ്യാങ്ങോസി ഒന്ന് കാണിച്ചെന്നപ്പോ മനസ്സിലായി. വലിയ വീട്ടിൽ മനസ്സിലായിരുന്നത് അന്ന് ഇന്ന് നീ വിട്ടപ്പോ മനസ്സിലായിട്ടാ. വേട്ടാവളിയം പറയട്ടാ ക്ലാസ്. നീ ഇന്നിപ്പം ഇവിടെ ഒന്ന് കാണിച്ചതല്ല അത്. പ്രോപ്പർ സിറ്റുവേഷൻ മാനുമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു അവന്റെ പ്രൊഡക്ഷൻ. ഇത് അവന്റെ പ്രൊഡക്ടിവിറ്റി അറിയണമെന്ന്. ഞാൻ വണ്ടി കറക്റ്റ് ഓടിക്കുകയും വേണം. പിള്ളേരെന്റെ കേട്ടെ അവക്ക് ഗിരി റോളില്ലല്ലോ ഇതിന്. സ്വന്തമായിട്ട് ഒന്നും ഇല്ലല്ലേ ഇപ്പൊ നിനക്കിപ്പോ? സറണ്ടർ അടിച്ചിരുന്നോ? മുട്ടിയിരുന്നോ? എടാ നിങ്ങള് ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരാളാലും വന്നില്ല. നമ്മളത് പ്രോപ്പറായിട്ട് എടുക്കും. മനസ്സിലായോ? മിസ്റ്റേക്ക് നോക്കുകയാണെന്ന് ആലോചിച്ചേ. നമ്മളെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു മിസ്റ്റേക്ക് പറ. കണ്ണന്റെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് പറ. ഇനി എന്താ ഇനി എന്താ നമ്മൾ പറയും? അത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ മിണ്ടി കഴിഞ്ഞാ ഇവിടെ
ഇഷായി ഞാൻ കക്കൂസ് തൊട്ട് കഴിയേണ്ടി വരും. ഇപ്പൊ നിന്നെ കക്കൂസ് കഴിക്കാൻ ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി നീ ഇവിടെ നിന്ന് ബസ് അടിച്ച് റോക്കി ബായ് കളിക്കാനാണെങ്കിൽ KGF 3 ഷൂട്ടും കഴിഞ്ഞ് KGF 3 റോക്കി ബായ് മരിക്കുന്ന സീനിലാണ് കാണിക്കുന്നത്. ഇല്ല നമ്മൾ ചോദിക്കുന്നതിന് മാത്രം നിന്റെ തറുതല ഇവിടെ വേണ്ട, മനസ്സിലായ? അതൊക്കെ നിന്റെ മറ്റേ VNV വളിവീട്ടി കുടുംബത്തി, മനസ്സിലായ? നിന്റെ വളിവീട്ടി കുടുംബത്തി മതി ആ ബസ്സൊക്കെ ഇവിടെ വേണ്ട. നീ പറയേണ്ട സമയമായിട്ടില്ല. നീ തിരിച്ചൊന്നും പറയണ്ട. നീ തിരിച്ച് പറയണ്ട. മനസ്സിലായ? പറയണത് കേട്ടാ മതി. മനസ്സിലായ? അബദ്ധ വെച്ചാ വെടി പോവും. ഹലോ കേക്കാവോ? ജുഗ്രു എന്താണോ ജുഗ്രുവേ ഓടറാ കൊട്. നിനക്ക് എന്താ കണ്ടുകൊണ്ടോ ഹോസ്റ്റേജ്? അവനടാ പോയി ഹോസ്റ്റേജ്. ആ എന്ത് എടാ നിന്റെ നിനക്കെന്താ മുട്ടി ഇത്ര ബുദ്ധിമുട്ടാണോ? എണീറ്റ് നിന്നാണോ പണിയെല്ലാം? മുട്ടിയിരടാ. ജുഗ്രു പ്രൊഡക്ഷന്റെ കേസൊക്കെ ചോദിക്കണ്ട. പ്രൊഡക്ടിവിറ്റി എന്താണ്? പ്രൊഡക്ഷൻ അതൊന്നും അത് ഞാൻ കേട്ടില്ല. ഞാൻ ഇല്ലായിരുന്നല്ലോ. പറഞ്ഞു. നീ കാണിക്കുന്ന ഓരോ മാസിനും ഇവിടെ നിൽക്കും. നിന്റെ ജീവിതം ഇനി ഇവിടെ ആണ്. എല്ലാത്തിന്റെ അടുത്ത് കിടക്കുമ്പോ പലതും വിടും, മനസ്സിലായോ? ആ ഒരാൾക്കൊരു തെറ്റിട്ട് കഴിഞ്ഞാൽ സ്പോട്ടി മാറ്റുമല്ലോടാ. നീ അത് വെച്ച് ഇങ്ങനെ കുറച്ചേരം നിന്നല്ലോ. എന്താ ഫ്രെയിം വേണമായിരുന്നോ നിനക്ക്? എടാ ഷഡ്ഡി റോക്കി ബ്രോ എന്റെ ഒരു കണ്ണാബി ബ്രോ. എന്തായാലും കൗണ്ടർ അടിയടാ റോക്കി കൗണ്ടർ അടി. നല്ല ഈഗോ ഉണ്ടല്ലേ? കാരണമാടാ സംഭവം പട്ടിക്കിടുന്ന പേരിലടാ ഇപ്പൊ കിട്ടിയേക്കുന്നത് റോക്കി. അതല്ലടാ പട്ടിക്കിടുന്ന പേരിൽ അവന് കിട്ടിയേക്കുന്നത് ഇപ്പൊ റോക്കി. ഈഗോ വരായിരിക്കും അവനിപ്പം. റോക്കി അല്ല ഇങ്ങനെ ഹോസ്റ്റൽ അനുസരിക്കണ്ടേ? എന്നിട്ടാണ് 10 പേരുടെ മുമ്പിൽ നിന്ന് മാസ് അടിച്ച് ഡയലോഗ്. കയ്യിലാരാ ഗ്യാങ് മെമ്പറാ? പറഞ്ഞാൽ അതൊക്കെ നിങ്ങള് ട്വിൻസ് പോലെ ഉണ്ട് കേട്ടോ. ട്വിൻസ് പോലെ ഉണ്ട് കേട്ടോ. എടാ മറ്റേ ഇത് സ്റ്റേ അങ്ങനത്തെ ഒന്നും പറയലടാ. മറ്റേ ക്യാരക്ടർ ഇതാണ്. റേഡിയോ പറയണല്ലേ? എടാ സ്റ്റേ അങ്ങനത്തെ ഒന്നും പറയല്ലേ. അത് ക്യാരക്ടർ ഡൗൺ റേഡിങ് അങ്ങനത്തെ ഒരു സാധനം. അതൊന്നും പറയല്ലേ. പട്ടിയാക്കുന്ന കണക്ക്. നിനക്കാ മേളില് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ? പറഞ്ഞുതരാം. ഒന്ന് വായിച്ചു കേക്കട്ടെ. പോയിട്ടില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അവന് നേരത്തെ പോകും. റോക്കി ഭായ് സ്വർണ്ണ കട്ടകളി വലിച്ചു. നീന്ന് സ്വർണ്ണ തീട്ടത്തി മരിക്കും. നീന്ന് മഞ്ഞ തീട്ടത്തി മരിക്കും. നീന്ന് കടലി. ഏതാ ഇവൻ ഈ കൊണ കൊണ്ടാണ് ഇവന് ഹോസ്റ്റ് എടുത്തോണ്ട് വന്നത്. എടാ അതല്ല എടാ അത്രയും എടാ നിനക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് ഡിഫറൻസ് നമ്മൾ തമ്മിലുള്ള മനസ്സിലായ? നിന്നെ അവിടെ വെച്ച് നിന്റെ അടുത്ത് സംസാരിച്ചപ്പം മാന്യമായിട്ട് ആദ്യം സംസാരിച്ച് മനസ്സിലായ? നമ്മള് വളരെ മാന്യമായിട്ട് മനസ്സിലായ? രണ്ടാമത് നിന്നെ റിവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു, മനസ്സിലായ? എന്നിട്ടും അല്ല പറയണേക്ക് നിന്റെ സംസാരത്തിനാണ് തിരിച്ചങ്ങനെ മറുപടി വന്നത്, മനസ്സിലായ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നീ പറയുന്ന കേൾക്കാനാ നമ്മള് കൊണ്ടുവന്നേക്കുന്നത്. രണ്ടാമത് വീണ്ടും എണീറ്റ് വന്ന് മാസടിച്ചതിനാണ് പിടിക്കുന്നത്, മനസ്സിലായ?
വിഷമമുണ്ട്, അവന് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ഇങ്ങനെ കരയില്ലേ ഇപ്പൊ ഇങ്ങനെ നമ്മള് പുറത്ത് കാണിക്കരുത് അല്ല, ഇത് പറഞ്ഞിട്ടില്ല, 10 പേരോട്ട് അടിക്കാൻ, അല്ല 10 പേരോട്ട് അടിക്കാൻ വരത്തില്ലെന്നൊക്കെ. ഇനി 10 പേരോട്ട് ഇതിന്റെ 7 അയലത്തെ കണ കണ്ടു കഴിഞ്ഞാല മനസ്സിലായ. അപ്പം എടാ പിന്നെ ഇവന്റെ പേര് ഹലോ ഹലോ ബ്രോ ഹലോ ഹലോ കേക്കോ ഹലോ എടാ നീ നേരത്തെ മുതിക്കുന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്ക എന്നെ ഒറ്റ ഈ ടോണിലല്ലായിരിക്കും. ഈ ടോണൊക്കെ നമ്മള് പറയാം, ടോണൊക്കെ നമ്മള് നീ മിണ്ടരുത്, നീ ഇനി പറയരുത് ബ്രോ. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ടോൺ പറഞ്ഞുതരാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ബ്രോ. നിങ്ങൾ ഇത്രയും പോലെ നിന്നെ പോലെ ആളെ വിളിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ നിന്നെ ഇപ്പോൾ ഹോസ്റ്റേ ആക്കി വെളിയിൽ വിടും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒറ്റയ്ക്ക് വന്ന് നമ്മളെ അടിക്കണം ഇത്രയും പേര്.